ഏറ്റുമാനൂർ ടൗണിൽ പ്രൈവറ്റ് ബസ് സ്റ്റേഷനോട് ചേർന്ന മത്സ്യ മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് BJP മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ 27 തിങ്കളാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 3:30 വരെ നഗരസഭാ ഓഫീസിന് മുമ്പിൽ BJP പ്രവർത്തകർ ഉപവാസ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം BJP കോട്ടയം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ ഉദ്ഘാടനം ചെയ്യും. മത്സ്യ മാർക്കറ്റ് മൂലമുള്ള മലിനീകരണം ഗുരുതരമായ ആരോഗ്യ പ്രശ്നമായി മാറിയതായും BJP നേതാക്കൾ പറഞ്ഞു. ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന മത്സ്യ മാർക്കറ്റ് അതാ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 27-ാം തീയതി അടുത്ത തിങ്കളാഴ്ച നമ്മൾ ഒരു ഉപവാസ സമരം നമ്മൾ പ്രഖ്യാപിച്ചേക്കുവാണ്. ഉപവാസ സമരം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ തുടങ്ങി വൈകിട്ട് 5 മണി വരെ ജനപ്രതിനിധികളും പാർട്ടിയുടെ ഭാരവാഹികളും ഉൾപ്പെടെ ഒരു ഏകദിന ഉപവാസ സമരം. ആ ഉപവാസ സമരം ഇതിനു മുമ്പ് ഒരു വർഷം മുമ്പേ നമ്മളൊരു സൂചന ഒരു ധർണ പോലെ അവിടെ നടത്തിയിട്ടുണ്ട്. അത് ഒരു വർഷം മുന്നേ നടത്തുന്നത്. അതിനൊന്നും നഗരസഭയുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിക്രമങ്ങളും അതിനുവേണ്ടി അവർ വിളിക്കുകയോ അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് പോലും അവർ തയ്യാറാകാത്തൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് മത്സ്യ മാർക്കറ്റ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഏകദിന ഉപവാസ സമരം നമ്മൾ നടത്തുകയും അധികാരികളുടെ അതിനുവേണ്ടി ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് തുടർ നടപടിയിലേക്ക് പോകാനാണ് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊരു പാർട്ടി ഏറ്റെടുത്തേക്കുന്ന ഇതൊരു ജനകീയ വിഷയം. അത് ഒരു അവസാനം കണ്ടതിന് ഇതിന് തീരുമാനമാകാതെ പാർട്ടി പിന്മാറുന്ന പ്രശ്നമില്ല. മത്സ്യ മാർക്കറ്റ് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമാക്കാതെ സമരത്തിൽ നിന്നും പിന്തിരിയില്ലെന്നും അടുത്ത ഘട്ടത്തിൽ പിക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള സമര പരിപാടികൾ നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. നൂറുകണക്കിന് യാത്രക്കാർ എത്തുന്ന ബസ് സ്റ്റാൻഡിനുള്ളിലാണ് മീൻപെട്ടികൾ ഇറക്കി വെക്കുന്നത്. മലിനജലം പരന്നൊഴുകുന്നതോടെ പരിസരമാകെ അതീവ ദുർഗന്ധമാണ്. മത്സ്യ മാർക്കറ്റിന് അനുയോജ്യമായ സ്ഥലം നഗരസഭ തന്നെ കണ്ടെത്തി സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റോടുകൂടി മാർക്കറ്റ് നിർമ്മിക്കണമെന്ന് കൗൺസിലർ ഉഷ സുരേഷ് പറഞ്ഞു. മത്സ്യ മാർക്കറ്റിൽ നിന്നും ഒഴുകുന്ന മലിനജലങ്ങൾ നമ്മുടെ ചിറക്കുളത്തിലേക്ക് ഒഴുകുകയും, ചിറക്കുളം എന്ന് പറയുന്നത് ഏറ്റുമാനൂരിൻ്റെ ക്ഷേത്രത്തിൻ്റെ തന്നെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമാണ് ചിറക്കുളം. ഈ ചിറക്കുളത്തിലേക്ക് ഒഴുകുകയും അവിടുന്ന് ചെറുവാണ്ടൂർ പാടശേഖരത്തിലേക്കും പിന്നീട് മീനച്ചിലാറ്റിലേക്ക് ഒഴുകി ജലജന്യ രോഗങ്ങൾ ജനങ്ങളിലേക്ക് പകരുകയും അത് ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ആശങ്കയിലാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിർബന്ധമായിട്ടും ഭാരതീയ ജനതാ പാർട്ടി ഈ മത്സ്യ മാർക്കറ്റ് അവിടെ നിന്ന് മാറ്റണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നതും അത് അവിടെ നിന്നും മാറ്റി ജനങ്ങളുടെ ആരോഗ്യത്തിലേക്ക് ശ്രദ്ധയൂന്നുന്ന തരത്തിൽ നഗരസഭ പോകണമെന്നുമാണ് ഞങ്ങളുടെ ആവശ്യം. നിലവിൽ മത്സ്യ മാർക്കറ്റിൽ നിന്നുള്ള മലിനജലം ഓടയിലൂടെ ഒഴുകി ചെറുവാണ്ടൂർ പാടശേഖരത്തെത്തി അവിടെ നിന്ന് മീനച്ചിലാറ്റിൽ പതിക്കുകയാണ്. ഈ വെള്ളമാണ് പട്ടർമടം കുടിവെള്ള പദ്ധതിക്ക് ഉപയോഗിക്കുന്നത്. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. നഗരസഭ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ഉഷ സുരേഷ് പറഞ്ഞു. BJP മുനിസിപ്പൽ പ്രസിഡന്റ് KB സാബു, മണ്ഡലം പ്രസിഡന്റ് സനീഷ് ഗോപി, മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി രാമേന്ദ്രൻ നായർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.